ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുറച്ച് കിച്ചൺ ക്ലീനിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലും നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച റംസാൻ ഒന്നാണെന്ന് വിചാരിക്കണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഒരു അവസാനഘട്ട ക്ലീനിങ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്തു എന്നല്ല, കിച്ചണിൽ നിന്ന് ഒരു കുറച്ച് മാറ്റി വെച്ച പണികളൊക്കെ ചെയ്യാനുണ്ട്. ഞാനന്ന് കിച്ചൺ കബോർഡ് ക്ലീൻ ചെയ്യുന്നു ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എത്ര ക്ലീൻ ചെയ്തിട്ടാലും നമ്മളങ്ങനെ ഉപയോഗിക്കുന്ന ഭാഗങ്ങളല്ലേ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഹോബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഹോബ് ഒന്ന് ഒരു വലിയ ബർണർ ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യണം. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, കുറേ ലെങ്തി ആയി പോകും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്തു. അതിൻ്റെ ശേഷം ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കഴുകുമ്പോഴാണ് കൊടുത്തത് എന്നെ വീഡിയോ എടുക്കുക, എന്തെങ്കിലും ഒരു വീഡിയോ ഇടാന്നുള്ളത്. കുറച്ച് ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട്. ഇനിയിപ്പോൾ റംസാനിലുള്ള വീഡിയോ ഇടൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനിതുവരെ റംസാനിൽ അങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് നോക്കിയിട്ടില്ല ഇത്രയും കാലമായിട്ട്. കണ്ടിന്യൂസ് അല്ലെങ്കിലും 4 ദിവസം കൂടുമ്പോഴെങ്കിലും വീഡിയോ ഇടണം എനിക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് പരമാവധി നോക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ റംസാൻ്റെ ഒരുക്കങ്ങളും നനച്ചോളയും ഒക്കെ എവിടെ എത്തിയെന്നൊക്കെ പറയാം കേട്ടോ. എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, കുറേയൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ ചെയ്തു. മുഴുവനായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാനൊന്നും നിന്നിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ തനിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്ര അർജൻറ്റുള്ള കാര്യങ്ങളും തീരുന്നിടത്തോളമൊക്കെ അങ്ങനെ ചെയ്തു. അത്രയൊക്കെ മതി. ഞാനെന്ന് പറഞ്ഞ പോലെ മനസ്സും ശരീരമൊക്കെയാണല്ലോ നമ്മൾ റംസാന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് കാര്യമായിട്ട്. കൂട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടും ഒക്കെ വേണം, വേണ്ട എന്നല്ല, ഒക്കെ അത്യാവശ്യം നമ്മൾ ആരോഗ്യത്തിനനുസരിച്ചുള്ള നനച്ചോളിയൊക്കെ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇതൊക്കെ ഒരു ദിവസം 3-4 പ്രാവശ്യം ചെയ്യുന്ന പ്രോസസ്സാണ് സിങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഞാൻ പിന്നെ ഹോബിൻ്റെ ഗ്രില്ലൊക്കെ കഴുകിയപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ കഴുകി വിട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ചിമ്മിനിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ടൈം ഒരുപാടായിട്ടുണ്ട് കേട്ടോ. ചില ജോലികൾ അങ്ങനെയാണല്ലോ, ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. നമ്മൾ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും നടക്കില്ല അങ്ങനത്തെ പണിയൊന്നും. അപ്പോൾ ഹോബൊക്കെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് സമയമായി തുടങ്ങിയിട്ട്. അപ്പോഴൊന്നും വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തില്ല കേട്ടോ. ഇന്ന് ലഞ്ചിന് ചിക്കനാണ്, എളുപ്പമാകാൻ വേണ്ടിയിട്ട് ചിക്കനാണ് കൊണ്ടുവച്ചത്. അപ്പോൾ അത് എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നാട്ടോ. ഇതൊരു വിധം ആക്കിയിട്ട് വേണം എനിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ സിഫിൻ്റെ ഹോബൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റാണ് ഇട്ടത്. ഇതിട്ടിട്ടാണ് ഹോബ് കൊട്ടൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഹോബ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബർണർ അടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റംസാനൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ജോലികൾ ചെയ്യാന്നുള്ളതാണ് കിച്ചണിൽ നിൽക്കുമ്പോൾ. പ്രത്യേകിച്ച് നല്ല ചൂടും അല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ നന്നാക്കിട്ടോ. ആദ്യമൊക്കെ ഹോബ് അടയുമ്പോൾ സർവീസിൽ വിളിച്ച് പറഞ്ഞ് ആൾ വന്ന് തുറക്കലായിരുന്നു. പിന്നെ ഞാൻ അത് അവരെ കൂടെ നിന്ന് ഞാൻ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയെടുത്തപ്പോൾ ഞാൻ തന്നെ ചെയ്യും കേട്ടോ. ഹോബ് ക്ലീൻ ചെയ്യലൊക്കെ ഞാൻ തന്നെ ചെയ്യും. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹോബിൽ ആദ്യത്തെ ബർണറിൽ ജെറ്റ് നോബ് സൈഡിൽ നിന്നാണ് വന്നിരുന്നത്, അത് ഗ്യാസ് ജെറ്റ്. അപ്പോൾ പെട്ടെന്ന് അടഞ്ഞിരുന്നില്ല. ഇപ്പോഴത്തെ മോഡലിൽ കുത്തനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഹോബ് ബർണർ ഒന്ന് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അടഞ്ഞുകൊണ്ടിരിക്കും. അടയാന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കബോർഡ് ക്ലീൻ ചെയ്തെന്ന് തിളച്ച് തൂവി പോകാതെ ഞാൻ പരമാവധി നോക്കാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കിച്ചൺ കബോർഡ് ക്ലീൻ ചെയ്ത സമയത്ത് ഞാൻ പ്രാണികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് മരുന്നടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ പാറ്റയും പ്രാണിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചെറിയ പാറ്റ കയറി ഇരുന്നിട്ട് ചത്തിരിക്കുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇത് കബോർഡിൻ്റെ ഉള്ളിൽ മരുന്നടിച്ചപ്പോൾ പ്രളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കയറിയതായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ 2-3 ദിവസമായി ഇപ്പോൾ ഹോബ് അടഞ്ഞിട്ട് ഞാനിങ്ങനെ ബുദ്ധിമുട്ടാവണം. പിന്നെ ഓരോ ഹോബെല്ലാം അടഞ്ഞിട്ടുള്ളൂ എന്ന് കരുതി
അങ്ങനെ പോവുമായിരുന്നു. പിന്നെ ഡീപ് ക്ലീൻ ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ നോക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്തു. അത് ഒരുപാട് സമയം എടുത്തു കേട്ടോ. അത് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ലെങ്തി ആയി പോകും, ഭയങ്കര ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ചിമ്മിനി ഓട്ടോ ക്ലീനിങ് ആണ് കേട്ടോ, ഉൾഭാഗം. അപ്പോൾ നമ്മളത് അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോ ക്ലീൻ ഓൾറെഡി ചെയ്തു ഞാൻ, ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഈ ലിക്വിഡ് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സോളാറിന് ചുടുവെള്ളം എടുത്തിട്ട് ടൈലും കൂടെ ഒന്ന് തുടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അല്ലാത്തതൊക്കെ കബോർഡിൻ്റെ ഉള്ളിൽ ടിന്നുകൾ ഒക്കെ ക്ലീൻ ചെയ്തതാട്ടോ. അത് ജസ്റ്റ് ഒന്ന് ടൈലൊന്ന് തുടക്കണം. ടൈലും സത്യം പറഞ്ഞാൽ ഞാൻ തുടച്ചതാണ് കുറച്ച് ദിവസം മുന്നേ. എന്നാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ. അതുകൊണ്ടാണ് തുടച്ചാൽ തന്നെ ക്ലീൻ ആവണത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ട്രെയിൻ എടുത്ത് ഉരക്കാനും ഒക്കെ നിൽക്കേണ്ടി വരും. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന പണിയായതുകൊണ്ടാണ് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ. പിന്നെ ഈ ടൈലും പെട്ടെന്ന് അങ്ങനെ ചളി പിടിക്കണം, കറ പിടിക്കണമെന്ന് ടൈപ്പല്ല കേട്ടോ. തുടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈലിട്ടന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ടാവും. ഇത് സത്യം പറഞ്ഞാൽ ഫ്ലോറിങ് ടൈലായിരുന്നു കേട്ടോ. ഞാൻ കളർ അങ്ങനെ എനിക്ക് സ്യൂട്ടബിളായി കിട്ടാത്തതുകൊണ്ട് ഫ്ലോറിങ് ടൈൽ വലിയ ഷീറ്റുകൾ എടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഗ്രൂ ഇട്ടിട്ട് 3mm സ്പേസർ ഇട്ടിട്ട് അപ്പോക്സിട്ട് ഗ്രൂ കൊടുക്കുക ചെയ്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു കറകളോ ഒന്നും പിടിക്കുക, നമ്മൾ ഹോബിൻ്റെ അടുത്ത് എണ്ണയൊക്കെ തെറിക്കുമ്പോൾ പിടിക്കുക ഒന്നും ചെയ്യൂല കേട്ടോ. നല്ല പെട്ടെന്ന് ക്ലീനായി കിട്ടും. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡ്രില്ല് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാനൊക്കെ നോക്കിയാൽ ഭയങ്കര പാടാട്ടോ. ഡ്രില്ല് കയറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡ്രിൽ മെഷീൻ അങ്ങനെ കയറാൻ ഭയങ്കര പാടാണ് ഈ ഒരു ടൈലായതുകൊണ്ട്. പക്ഷെ 10 വർഷമായാലും ഇത് ഇപ്പോഴും നല്ല പുത്തനാണ് കേട്ടോ. തുടച്ചെടുത്താൽ പെട്ടെന്ന് ക്ലീൻ ആവും. അതാണല്ലോ നമുക്ക് വേണ്ടത് കിച്ചണിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന റഫ് യൂസ് ചെയ്യുന്ന സ്ഥലമാകുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആവുക എന്നുള്ളതാണ് പ്രധാനം. മറ്റേത് നമുക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് സ്റ്റൈലാക്കി ഇടുന്നതിനേക്കാളും എപ്പോഴും നീറ്റും ക്ലീനും ആയിട്ട് ഇടുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കുക. ഈ ടൈല് എനിക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും. പെട്ടെന്ന് നല്ല കറയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിടിക്കണമില്ല. നല്ലതായിരുന്നു. അത് മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടക്കണം കേട്ടോ. ഞാൻ ചോപ്പർ കഴുകി ഉണങ്ങാനായിട്ട് വെച്ചതാണ് അവിടെ. ഒക്കെ നിർത്തി വെക്കട്ടെ. മറ്റേത് മോര് കൊണ്ടുവന്ന കുപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചതാണ്. ഞാൻ എൻ്റെ കറിവേപ്പ് തൈ തീരെ നന്നാവണില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ മിഞ്ഞാന്നിട്ട് സാജിദാത്ത വിളിച്ചപ്പോൾ സാജിദാത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, കറിവേപ്പിൻ്റെ തൈ നന്നാവാൻ എന്താ ചെയ്യാന്ന്. താത്താക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര, കൃഷിയിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആണ് കേട്ടോ. എല്ലാ തൈകളും വെക്കാനും പിടിപ്പിക്കാനും അങ്ങനത്തെ ഇങ്ങനെ എന്താ പറയുക പഴങ്ങളെ തൈകളൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് വീട്ടിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ പുളിപ്പിച്ച തൈര് മോര് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. പുളിപ്പിച്ച കഞ്ഞിവെള്ളം അങ്ങനത്തെ ഒക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ തൈരിൻ്റെ ടിന്നിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അത് കറിവേപ്പിൻ്റെ അടിയിലൊന്ന് കൊണ്ടുപോയി ഒഴിക്കാനായിട്ട്. അതേപോലെ തന്നെ ഒരാൾ ഹൈറ്റ് ആവുന്നവരെ ഇലെടുക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മിക്കപ്പോഴും അതിന് ഇലെടുക്കാറുണ്ട്. ചിലപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇലക്കൊന്നും ഒരു ഫ്ലേവർ ഉണ്ടാവില്ല, ചിലപ്പോൾ കിട്ടൂല. കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് അതിന് ഇലെടുക്കും. അതായിരിക്കും അത് നന്നാവാത്തിട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറ നോക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാനൊരു ഗാഡ്ജറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ ബോഡിയും ഫേസൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് തിരിയുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കണ്ട ഫോണ്, ട്രൈപ്പോഡ് ഇങ്ങനെ തിരിച്ച് വെക്കുകയായിരുന്നല്ലോ ഞാൻ. അപ്പോൾ അത് വേണ്ട, അങ്ങനെ ഓട്ടോമാറ്റിക് തിരിഞ്ഞു കൊടുക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ പെട്ടെന്ന്, എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുമ്പോൾ അതിന് തിരിയാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് ഞാൻ ഇടയ്ക്ക് കേട്ടോ. അതാണ് ഇടയ്ക്ക് ക്യാമറയിലേക്ക് നോക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വെച്ച് ഒക്കെ ഞാൻ കഴുകി ഉണക്കിയതായിരുന്നു കേട്ടോ. ഒരു 4 ദിവസം മുന്നൊക്കെ ആയിട്ട് അങ്ങനെ കുറേശ്ശെ അങ്ങനെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി രണ്ടാമത് ഇതൊക്കെ തന്നെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രേ ഒക്കെ പിന്നെ എപ്പോഴും തുടക്കുന്ന ദിവസം എന്ന് പറയുമ്പോൾ പോലെ തുടക്കണം കേട്ടോ. കാരണം ഉപ്പ് ഇതിലല്ലേ ഇരിക്കണത്. അപ്പോൾ ഉപ്പ് ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിലിങ്ങനെ
ചെറുതായിട്ടെങ്കിലും തരികളൊക്കെ ചാടും കേട്ടോ. അതാണ് ആദ്യം ഈ ഇവിടെ വെച്ചിരുന്ന ഒരു അയണിൻ്റെ ട്രേ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉപ്പിൻ്റെ അംശം ചാടി ചാടി അതിങ്ങനെ തുരുമ്പ് വന്നു. അപ്പോൾ ഞാനിപ്പോൾ വുഡൻ്റെ ട്രേ അന്ന് മീഷോയിൽ വാങ്ങിയത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സംഭവമാണ് കേട്ടത്. അതും കഴിഞ്ഞു. റാക്ക് പിന്നെ നമ്മൾ വാൾപേപ്പർ ചെയ്താണല്ലോ, അപ്പോൾ പിന്നെ വൃത്തിയായിട്ട് തുടച്ചാൽ തന്നെ നല്ല ക്ലീൻ ആവുന്നുണ്ട്. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ വാൾപേപ്പറിന്. ഞാൻ സാധാരണ ടൈലിങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ റാക്കുമ്പോൾ വെച്ചിട്ട് കത്തി കൊണ്ട് എന്തെങ്കിലും നമ്മൾ നാരങ്ങ മുറിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും വെച്ചിട്ട് മുറിക്കാതിരുന്നൊക്കെ ചെയ്താൽ മതി. കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുക, അങ്ങനെ ചെയ്താൽ കുറേ കാലം പോകുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ഇൻഷാ അല്ലാഹ് ഫുൾ ബോഡി ടൈൽ ആക്കണം, കുറച്ചും കൂടി കഴിയട്ടെ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ. ഒന്ന് എടുത്ത് വെച്ച് കത്തിക്കേണ്ടി വരും. ഞാൻ വെയിലത്തൊന്നും കൊണ്ടുപോയി വെച്ചിട്ടില്ല, ഇന്നൊക്കെ ടൈമില്ല. ഇപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓൾറെഡി ബാങ്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ കാക്ക പള്ളിയിൽ പോയി വരുന്ന സമയം കൊണ്ട് വേണം എനിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ സാധാരണ നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മെനുവാണ് പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈയും. അപ്പോൾ അതുണ്ടാക്കാമെന്നാണ് വിചാരിക്കണം കേട്ടോ. പരിപ്പ് കറി ഉണ്ടാക്കാം, ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാം, അതുപോലെ തന്നെ കയ്പ്പങ്ങ കണ്ടിരിക്കണം, അത് ഉപ്പേരി വെക്കണം. അപ്പോൾ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ ഇനി ലഞ്ച് ഉണ്ടാക്കണം. ചോറ് പിന്നെ ഞാൻ ഓൾറെഡി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണല്ലോ പിന്നെ കുറച്ച് ടൈമാവും. അപ്പോൾ അത് ഞാൻ വേഗം ഇറക്കി വെച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കൊണ്ടുവന്നിട്ട് വേണമായിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ ടൈം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പോകുമ്പോൾ നിന്നത്. അപ്പം അങ്ങനെ ടൈം പോയി. പിന്നെ ഒരു പണി തുടങ്ങിയ പിന്നെ അത് തീരണമല്ലോ. അപ്പോൾ കാക്ക ചോദിക്കായിരുന്നു ക്യാമറ വർക്കിംഗ് ആണോ എന്ന്. ഞാൻ പറയുന്നു എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണ്ടേ എന്ന് പറയായിരുന്നു. അതൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യാനൊന്നും ടൈമില്ല. അപ്പം ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ലൈമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി റംസാനിലും ഒരു 4 ദിവസം കൂടുമ്പോൾ അതേപോലെ ആഴ്ചയിൽ 2 വീഡിയോയെങ്കിലും ഇടണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഞാൻ ഇതുപോലെ ചെയ്യുന്ന കാര്യങ്ങളോ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ പരീക്ഷണം നടത്തണമെങ്കിൽ അതോ ഒക്കെ ഇടണമെന്ന് അങ്ങനെ വിചാരിക്കണം കേട്ടോ. സാധിക്കട്ടെ, എന്നുള്ള ടൈമും സാഹചര്യമൊക്കെ ഒത്തു വരട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ തീരെ ഞാൻ വിചാരിച്ച പോലെ ഓടിയില്ല കേട്ടോ. അതിൻ്റെ മുന്നത്തെ വീഡിയോ അത്യാവശ്യം ഓടി, ഞാൻ വിചാരിച്ചതിനേക്കാൾ ഓടിയെന്ന് തന്നെ പറയാം. എന്താ നമ്മളങ്ങനെ കേട്ടോ, ചിലത് നമ്മൾ ഭയങ്കര പ്രിപ്പയർഡായി നല്ല മൂവ് ചെയ്യുമെന്നൊക്കെ വിചാരിച്ച് അപ്ലോഡ് ചെയ്തായിരിക്കും. പക്ഷെ അത് മൂവ് ചെയ്യില്ല. നമ്മളൊരു പ്രതീക്ഷ ഒന്നും ഇല്ലാതെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ നന്നായിട്ട് വരിക കേട്ടോ. ചിലപ്പോൾ ഭയങ്കര സങ്കടമാണ്, കാരണം വെച്ചാൽ ഭയങ്കര എന്താ പറയുക, എല്ലാത്തിനും എല്ലാ ജോലികൾക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റേതായിട്ടുള്ള റിസ്കുകളും ഉണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ആ വീഡിയോ എടുത്ത സാഹചര്യം, അതേപോലെ എഡിറ്റ് ചെയ്യുന്ന സാഹചര്യം, അതൊന്ന് അപ്ലോഡ് ചെയ്ത് യൂട്യൂബൊക്കെ അങ്ങോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും ചിലപ്പോൾ. അങ്ങനത്തെ വീഡിയോസ് ചിലത് ഓടാതിരിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞാൻ ഹോബൊന്ന് കത്തിച്ചിട്ടാണ് കേട്ടോ, ഒന്ന് ചൂടാവട്ടെ എന്ന് എഴുതിയിട്ട്. നല്ലോണം എല്ലാ ഹോളും കൂടിയും ഫ്ലെയിം വരാനായിട്ട് തുടങ്ങുള്ളൂ. ഒരു മിനിറ്റ് ഒന്ന് കത്തിച്ചിട്ടാൽ ഒന്ന് ചൂടായിക്കോളും. എന്നാൽ പിന്നെ എനിക്ക് ഇനിയിപ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പണി ചെയ്യുള്ളൂ. എന്നാൽ ചിക്കൻ കഴുകാനായിട്ട് പോകണ്ട. അപ്പോൾ ഞാൻ നോക്കുകയാണ്, ക്യാമറ എന്നെ തന്നെയല്ലേ നോക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് നോക്കട്ടെ. അത് കണ്ടില്ലേ, ഞാൻ അങ്ങോട്ട് സ്പീഡിൽ പോയപ്പോൾ പിന്നെ ക്യാമറൻ്റെ കൂടെ വന്നില്ല. ഇപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ച് വന്നിട്ട് വേണം കേട്ടോ. ഒന്ന് ഉപയോഗിച്ച് എന്ത് സാധനം വാങ്ങിയാലും നമ്മൾ ഉപയോഗിച്ചൊന്ന് നമുക്കതിന് നാക്കൊക്കെ പഠിച്ച് വരാറുണ്ടല്ലോ, അതാണ്. പിന്നെ ഇതിൻ്റെ സ്പീഡിനനുസരിച്ച് സഞ്ചരിക്കാൻ അതിന് പറ്റണുണ്ടാവില്ല വിചാരിക്കണം. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തൊക്കെ പഠിക്കേണ്ടി വരും. അതൊന്ന് പഠിച്ചെടുത്താൽ എനിക്ക് വലിയ ഉപകാരം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ക്യാമറ സെറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരുപാട് ടൈം എനിക്ക് വേസ്റ്റായി പോകാറുണ്ട്. വേസ്റ്റ് ആവില്ല, എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട പണി 4 മണിക്കൂറാവും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശരിയായി കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും തനിച്ച് പഠിച്ച പോലെ തന്നെ ഇതും പഠിച്ചെടുക്കണം. അപ്പോൾ ഇതാ വേസ്റ്റ് കൊണ്ട് കളയണം കേട്ടോ. കിച്ചണായാലും ഫ്രിഡ്ജായാലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും ഒഴിവാക്കാൻ. അപ്പോൾ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കട്ടെ. ചിക്കന് ജസ്റ്റ് ഫ്രൈ ചെയ്യണേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യണില്ല. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന്
ടൈമില്ലാത്ത സമയത്തുള്ള ഒരു മെനു ആണിത്. ടൈമില്ലെങ്കിൽ ഒന്നുകിൽ ചെയ്യൽ കുക്കർ ബിരിയാണി, അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മിഞ്ഞാന്ന് ഓൾറെഡി കുക്കർ ബിരിയാണി ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് സാദാ ചോറ് മതിയെന്ന്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. എന്നാൽ പിന്നെ കറി ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചോളും. ഇപ്പോൾ ടിന്നുകളൊക്കെ ഫില്ല് ചെയ്ത് വെക്കാനായിട്ടുണ്ട് കേട്ടോ. ഒക്കെ റംസാനാകുമ്പോൾ നമുക്ക് മുന്നേ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം. ഫില്ല് ചെയ്ത് വെച്ചാലും കുറച്ച് ദിവസത്തിനേ ഉണ്ടാവുള്ളൂ. എന്നാലും തുടങ്ങുന്ന ക്ഷീണത്തിൻ്റെ ഒരു ഇതിനൊന്ന് പണിയൊക്കെ കുറച്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചൊരു എളുപ്പമല്ലേ. ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞതാട്ടോ. ഞാനിതൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ടൈമിൽ ചെയ്തതാണ്. അപ്പോൾ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാനും വ്ളോഗിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ എന്നാലും നാളെ ഇന്നൊക്കെ ആയിട്ട് ഫ്രിഡ്ജ് ഒന്ന് അടക്കി ഒന്ന് റീസെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ റംസാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, റംസാൻ കുക്കിങ്ങിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ വരുമല്ലോ കിച്ചണിൽ. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ സ്ഥലം വേണ്ടി വരും. ഫുഡ് ബാക്കി വന്നാൽ സ്റ്റോർ ചെയ്യാൻ സ്ഥലം വേണ്ടി വരും. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം കേട്ടോ ഫ്രിഡ്ജ്. പിന്നെ ഞാൻ മുന്നേ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോയിൽ ക്ലീനിങ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴും ഞാൻ ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സാധാരണ എല്ലാവരും ഫ്രിഡ്ജിൽ വെക്കാത്ത സംഭവങ്ങളും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ ചില സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കബോർഡിലിരുന്നാൽ കേടായി പോകും. അപ്പോൾ അത് കരുതിയിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് സ്ഥലമാണ് എനിക്ക് ഫ്രിഡ്ജിൽ കേട്ടോ. അപ്പോൾ ഇതാ പരിപ്പ് ഞാൻ കഴുകി ഹോബിൽ വെക്കുകയാണ്. കറിക്കുള്ള വെറും പരിപ്പും തക്കാളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൽ തേങ്ങ, ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് അരച്ചൊഴിക്കണേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കറി കേട്ടോ. പിന്നെ കയ്പ്പൊക്കെ എടുത്തു കൊണ്ടുവന്നപ്പോൾ ഞാൻ താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന്. കയ്പ്പൊക്ക മെഴുക്ക് വരട്ടിയും ചോറും കൂടി കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഒരു കോമ്പിനേഷന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതാ പെട്ടെന്ന് തട്ടി കൂട്ടാണ് കേട്ടോ ഒരു ലഞ്ച്. പള്ളിയിൽ നിന്ന് വരാനാകുമ്പോൾ ലഞ്ചായിട്ട് ചോറ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിൽ. ബാക്കിൽ കാണുന്നുണ്ടാവും, നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും. അത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരുപാട് അല്ലറ ചില്ലറ പണികളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ കുറച്ച് ബെഡ്ഷീറ്റുകളൊക്കെ ഒരുപാട് അലക്കിയിട്ടതുണ്ട്, ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റൊക്കെ. അതൊക്കെ മടക്കി ഒരു ഭാഗത്താക്കാനും അങ്ങനത്തെ ജോലികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്യണം. അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ജോലി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, ഓർത്തപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് ഞാൻ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വരെ കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആവാന്നൊക്കെ ടിപ്സോ ട്രിക്സോ ഒന്നും ഈ വീഡിയോയിലില്ല, എനിക്കറിയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിലുള്ളത്. ഇനി റംസാനിൽ ഇടയ്ക്കൊക്കെ ഓരോ വ്ളോഗായിട്ട് കാണാം ഇൻഷാ അല്ലാ. അപ്പം ഇനി അടുത്ത വ്ളോഗിലൂടെ കാണുന്നവരെ അസ്സലാമു അലൈക്കും.